ഹായ് ഹലോ ദൈമസ് വ്ലോഗ് യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ടാണ് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടാണ്. അപ്പം ഞാനിന്നത് നോക്കി, ഇത് ടൈലിൽ ഒരു ചീര ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ചീരയുടെ വിത്ത് വീണിട്ട് എന്താ അതിങ്ങനെ പറഞ്ഞ ഇവിടെ മുളച്ചതാണ്. നേരത്തെ ഇവിടെ ചീര ഉണ്ടായിരുന്നു കേട്ടോ. ആ ചീരയുടെ വിത്ത് ഇങ്ങനെ വീണിട്ട് ഇവിടെ മൊത്തം ഇപ്പോൾ ചീര അയക്കാൻ കേട്ടോ. കണ്ട, പക്ഷെ ടൈലിൻ്റെ ഇടയ്ക്കിലായതുകൊണ്ട് ഇത്തിരി പാടാണ് കേട്ടോ. കണ്ട, ഇങ്ങനെ മുളച്ചേക്കണം കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് മുളച്ചിട്ടുണ്ട് ചീര കണ്ട. അപ്പം ഞാനിത് ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ചതാണ്. പിന്നെ ഇത് വേറെ ടൈപ്പ് ചീരയാണെന്ന് അറിയില്ല കേട്ടോ. ഇതും അങ്ങനെ മുളച്ചതാണ്. ശരി, കണ്ട. അപ്പം എങ്ങനെയുണ്ട് ചീരത്തോട്ടം? അപ്പം ഇടയ്ക്ക് ഇങ്ങനെ കളകളുണ്ട്. അപ്പം ഞാൻ പിന്നെ അത് കളഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് അന്ന് അവിടെ തന്നെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ചീര വേറെയാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. ഇതിൻ്റെ ഇലകൾ കണ്ടിട്ട് വേറെ ഒരു നല്ല ടൈപ്പ് ചീരയാണെന്നാണ് തോന്നുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഇത്തിരി നീളം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഇതിനകത്ത് വളർന്നിട്ടാണെന്ന് അറിയില്ല കേട്ടോ. അപ്പം എൻ്റെ ചീരത്തോട്ട് കൊണ്ടിട്ട് ഇത് മനസ്സിലായ എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചങ്ങലമ്പരൻ്റെ ഉണ്ട്. ചങ്ങലമ്പരണ്ട എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ്. വേണ്ട, ഇനി ഇവിടെ നിന്ന് ഇത് വെട്ടി മാറ്റണം കേട്ടോ. എനിക്ക് മതിലിൻ്റെ അടുത്താണത്. പിന്നെന്താ, പിന്നെ ലേശം പോലെ കിളികൾ ഇവിടെ കൂടുകൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഹോളുകളിൽ കിളികളായിരുന്നിട്ട് ഇപ്പോൾ ഒരെണ്ണം പോയേ ഉള്ളൂ. പിന്നെ അപ്പം അത് ചീരത്തോട്ടം കണ്ട എല്ലാവരും. ചീരയിൽ ഇങ്ങനെ കളയുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇന്ന് പറിച്ചാണ് ഭയങ്കര ബലമാണ് കേട്ടോ. നമ്മളിതൊന്ന് പറിച്ച് നടാനായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല, പിന്നെന്താണെന്ന് അറിയാമോ, വേണ്ട പെട്ടെന്ന് വെള്ളവും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് കണ്ണ പൂ പിടിക്കണണ്ട. അപ്പം അങ്ങനെ ഇപ്പം നിറച്ച് ചീരയുണ്ട് ഇവിടെ. ഓക്കേ, പിന്നെ ഈ ചെടിയൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കണത്. പിന്നെ ഇതിൻ്റെ കടലാസ് പൂവാണ് കേട്ടോ. ഇത് കടലാസ് പൂവ് അത് ഉണങ്ങിപ്പോയതാണ് കേട്ടോ. വെള്ളമില്ലാതിരുന്നിട്ട് ഉണങ്ങിപ്പോയതാണ്. പിന്നെ ഞാനതിനെ ഒന്ന് തണലത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല വെയിൽ വേണം കേട്ടോ ഇതിനൊക്കെ. ശരിക്കും നല്ല വെയിൽ വേണം ഈ പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ. നല്ല വെയിലത്താണെങ്കിൽ നല്ല കളറുണ്ടാവും കേട്ടോ. ഇതിനൊരു ലൈറ്റ് വയലറ്റ്, ഒരു ഉള്ളിയുടെ കളറാണ് കേട്ടോ. ഇതിന് ഈ കളർ തന്നെയാണ്, പക്ഷെ അത് കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയി. വെള്ളം പെട്ടെന്ന് നല്ല വെയിലാണല്ലോ, നല്ല ചൂടാണല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് പട്ടി നല്ല കുരയാണ് കേട്ടോ. ഇവിടെ എല്ലാം ചീരയിങ്ങനെ മുളച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നന്നായിട്ട് വളരാത്തതുകൊണ്ട് എടാ മിണ്ടില്ലേടാ ഡോഗേ, അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വളർച്ചക്കൊരു മുരടിപ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പാത്രത്തിലേക്ക് മാറ്റിയാണ് നട്ടിട്ട്. അപ്പോൾ 2-3 ദിവസമായി നട്ടിട്ടാ ചീര. കണ്ട കവറുകളിൽ ഇത് അരിപ്പൊടിയുടെ കവറാണ് കേട്ടോ. ഇത് എന്നിട്ട് ഞാൻ മറിച്ചിട്ട് അതിനെന്താ ഗ്രോ ബാഗ് പോലെ ആക്കിയതാണേ. മറിച്ച് കെട്ടിയിട്ട് അതിനെ മറിച്ചെടുത്തതാണ് കേട്ടോ. അത് അരിപ്പൊടിയുടെ കവറ് വേണ്ട. അപ്പോൾ നന്നായിട്ട് ഇനി പിടിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇനി പുഴുക്കുത്തുണ്ടാവുമെന്നൊരു സംശയമാണ് കേട്ടോ. അത് കാരണം ഇങ്ങനെ നിൽക്കണത്. ചെറുതായിട്ട് ഇത് പുഴു എന്തെങ്കിലും മരുന്നടിച്ചു കൊടുത്താൽ ചിലപ്പോൾ റെഡിയാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കോമഡി ഷോർട്ട് വീഡിയോ ഉണ്ടാ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യും, സബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ എന്താ, തുളസിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതേ കുറഞ്ഞ്. അപ്പം ഞാനിത്തിരി പുല്ല് ഇവിടെ നിന്ന് പറിക്കണമായിരുന്നേ. ഇപ്പം ടൈലിൻ്റെ ഉള്ളിൽ കൂടി പുല്ലേറിയതാണ് കേട്ടത്. അപ്പോൾ ഇതൊരു ചേമ്പിൻ്റെ കടയാണ് കേട്ടോ. അത് വിത്ത് പൊട്ടുമെന്നൊന്നും അറിയില്ല. അപ്പം എനിക്കിന്നത് പറിച്ച് എനിക്ക് മാറ്റണം. അത്
അപ്പം ഇങ്ങനെയൊക്കെ എൻ്റെ വിശേഷം. മുറ്റടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതെന്താണ്, ഇത് നിലമ്പരൻ്റെയാണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചങ്ങലം വരണ്ട. അത് വന്നിട്ട് താഴത്തേക്ക് വന്നേക്കാണ്. ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എന്നാണ് പറയുന്നത് കേട്ടോ. പൊന്നാങ്കണ്ണി ചീര നമുക്ക് ചെടി പോലെ വളർത്താം. ഞാൻ ഫ്രണ്ടിൽ വളർത്തിയിട്ടുണ്ട്, ഒപ്പം വെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പം ഇത് നല്ല കണ്ണിനൊക്കെ അണക്കണം കേട്ടോ. കണ്ണിനൊക്കെ നല്ല കാഴ്ചയ്ക്ക് ഉണ്ടാവും എന്നാണ് കേട്ടോ പറയണത് ഈ ചീരക്ക്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മിക്കവരുടെ വീട്ടിലൊക്കെ ഉണ്ട്. ഇത് ഓൺലൈനിലൊക്കെ പൈസ കൊടുത്താണ് കേട്ടോ എല്ലാവരും വാങ്ങിക്കണത്. അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗപ്രദമാക്കുക. കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി കിട്ടും. പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണിനെ പൊന്നാക്കും എന്നാണ് പറയണത്. അപ്പോൾ തട്ടാന്മാർ ഉപയോഗിക്കുന്നതാണെന്നൊക്കെ എൻ്റെ പൊതുവെ പറയണം. അത്രയ്ക്ക് കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടും എന്ന് പറയണത്. അപ്പോൾ ഓക്കെ, വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇടുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.